സ്വിഫ്റ്റ് ഡീസൽ വണ്ടി സ്റ്റാർട്ടിങ്ങിന് ഡിലേ ഉണ്ട്, RPM വേരിയേഷൻ ഉണ്ട്. വാണിംഗ് ലാമ്പും തെളിഞ്ഞെടുപ്പുണ്ട് കേട്ടോ. ഫസ്റ്റ് ടു എടുക്കുമ്പോൾ വണ്ടി പോവില്ല, ഇങ്ങനെ വിട്ട് പിടിക്കുക. ഇടയ്ക്ക് ഇങ്ങനെ വണ്ടി ആക്സിലേറ്റർ കൊടുത്തേക്ക് കേട്ടോ. കണ്ടോ വണ്ടി റേസ് ആവുന്നില്ല, ആക്സിലേറ്റർ ചവിട്ട് പിടിച്ചേക്കുക. അപ്പോൾ നമ്മൾ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ ഈ സെൻസർ കംപ്ലൈൻ്റ് ആയിട്ടാണ് കാണിച്ചത്. എയർ ഫിൽറ്ററിൽ വരുന്ന ഈ സെൻസർ കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമ്മളതൊന്ന് കൺഫേം ആക്കാൻ വേണ്ടി ഒന്നല്ലെങ്കിൽ ഒന്ന് വിടിയിച്ചിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഓടിച്ച് നോക്കുക, അതല്ലെങ്കിൽ വേറെ ഒരെണ്ണം വച്ച് നോക്കുക. അപ്പോൾ അത് വിടിയിച്ചിട്ടിട്ട് നമ്മൾ ഓടിച്ചപ്പോൾ വണ്ടിക്ക് വേറെ കംപ്ലൈൻ്റ് ഒന്നുമില്ല, വണ്ടി പഴയ കണ്ടീഷനിലേക്ക് തന്നെ വന്നു. നമ്മളത് ക്ലീൻ ചെയ്തിട്ടു, പക്ഷേ ശരിയായില്ല, എന്നിട്ട് പുതിയത് പിടിപ്പിച്ചു. ഇത് ആ വിടിയിച്ചിട്ടിട്ട് ഓടിക്കുമ്പോൾ അവസ്ഥയാട്ടോ. നമ്മൾ ഇതിൽ എന്താ ഉദ്ദേശിക്കുന്നത് വെച്ചാലേ, വഴിയിൽ വെച്ച് എവിടെയെങ്കിലും കുടുങ്ങിപ്പോയി കഴിഞ്ഞാൽ ഒരു മെക്കാനിക്കിനെയോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പുകാരനെ സംഘടിപ്പിക്കാൻ പറ്റിയില്ലെങ്കിൽ ഈ ഒരു കംപ്ലൈൻ്റ് ആണെങ്കിൽ നമുക്ക് ജസ്റ്റ് ആ സോക്കറ്റ് വിടിയിച്ചിട്ട് സേഫായിട്ട് ഒരു സ്ഥലം വരെ എത്തിക്കാൻ പറ്റുമായിരിക്കും കേട്ടോ. അങ്ങനെ ഒന്ന് ശ്രമിച്ച് നോക്കാം കേട്ടോ. അപ്പോൾ ഇതാട്ടോ ഈ സെൻസർ, MAF സെൻസറാണ്. 3750 രൂപയാണ് ഇതിൻ്റെ വില. ഞാനൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇതായിരുന്നു കേട്ടോ കംപ്ലൈൻറ്റ്. ഇത് മാറി വെച്ചപ്പോൾ സംഭവം ഓക്കെ കേട്ടോ. അപ്പോൾ ഈ വണ്ടികൾക്ക് വലിയ കുറവ് ഈ ഒരു കാരണം കൊണ്ട് മാത്രമല്ല വരുള്ളൂ, വേറെ ഒരുപാട് കാരണങ്ങൾ കൊണ്ടൊക്കെ വരാം. അപ്പോൾ നിങ്ങൾക്ക് അറിയായിരിക്കും, ചിലപ്പോൾ ടർബോണ്ട് ഓസൊക്കെ വെള്ളം വിട്ട് കിടക്കുകയാണെങ്കിലോ അല്ല ലൂസായി വിട്ട് കിടക്കുകയാണെങ്കിലോ പിന്നെ പമ്പിൻ്റെ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കംപ്ലൈൻറ്റ് വരാം. ഞാൻ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഇങ്ങനെ ഒരു കംപ്ലൈൻറ്റ് ഉണ്ടെങ്കിൽ, ഈ ഒരു കംപ്ലൈൻറ്റ് ആണെന്നുണ്ടെങ്കിൽ നമുക്കതൊന്ന് സോക്കറ്റ് ഒന്ന് വിടിച്ചിട്ട് കഴിഞ്ഞിട്ട് വർക്ക്ഷോപ്പ് വരെ ഒന്ന് എത്തിക്കാൻ പറ്റും. എന്ന് വെച്ചിട്ട് സോക്കറ്റ് വിടിച്ചിട്ട് സ്ഥിരം അങ്ങനെ ഓടിക്കാൻ പറ്റുന്നില്ല, അതിൽ വേറെ പ്രശ്നങ്ങളൊക്കെ വരും. പിന്നെ നമ്മുടെ എയർ ഫിൽറ്ററിലെ അവിടെ നിന്ന് ടർബോയിലേക്ക് വന്ന ഓസുകൾ കംപ്ലൈൻറ്റുകളൊക്കെ ഉണ്ടെങ്കിലും ഈ ഒരു കോഡാണ് കാണിക്കുക. നമ്മൾ സ്കാൻ ചെയ്യുമ്പോൾ ഈ ഒരു കോഡാണ് കാണിക്കുക. അപ്പോൾ കോഡ് കാണിച്ചെങ്കിലും ബാക്കി ഹോസും സാധനങ്ങളൊക്കെ ഒന്ന് ചെക്ക് ചെയ്തിട്ട് സെൻസർ ചാടി പിടിച്ച് പോയി മാറി നോക്കരുത്. അപ്പോൾ ബാക്കിയുള്ള ഭാഗങ്ങളൊക്കെ ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വേണം സെൻസറിലേക്ക് പോകാൻ. നമ്മൾ ഉദ്ദേശിക്കുന്നത് വെച്ചാൽ വഴിയിൽ വെച്ച് എവിടെയെങ്കിലും കുടുങ്ങി കിടന്നു കഴിഞ്ഞാൽ, ഇപ്പോൾ ഈ വണ്ടി റോട്ടിൽ കംപ്ലൈൻ്റ് ആയിട്ട് കിടക്കുമായിരുന്നു, ഞാൻ ചെന്ന് അഡ്ജസ്റ്റ് ചെയ്തൊന്ന് വർക്ക്ഷോപ്പ് വരെ ഓടിച്ച് കൊണ്ടുവന്നു. പിന്നെ വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്ന് ഞാൻ വിചാരിച്ച ഹൈ പ്രഷർ പമ്പ് കംപ്ലൈൻ്റ് ആയിരിക്കുമെന്നാണ് വിചാരിച്ചത്. ആ സമയത്ത് വാണിംഗ് ലാമ്പ് ഒന്നും കാണിക്കുന്നുണ്ടായില്ല, പക്ഷേ സ്കാൻ ചെയ്ത് നോക്കിയപ്പോൾ കോഡ് ഉണ്ടായിരുന്നു. കോഡ് ഉണ്ടായപ്പോഴാണ് നമ്മൾ സെൻസറാണെന്ന് മനസ്സിലാക്കിയത്. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ പിന്നെ സെൻസറിന്റെ വയറൊന്ന് വിടിച്ചിട്ടിട്ട് ഒന്ന് ഡ്രൈവ് ചെയ്തപ്പം ആ ഭയങ്കര കംപ്ലൈൻറ്റിൽ നിന്ന് ഒരു ചെറിയൊരു ഇതിലേക്ക് നല്ലൊരു മാറ്റത്തിലേക്ക് മാറി. അപ്പോൾ അങ്ങനെ നമ്മൾ വേറൊരു സെൻസർ വെച്ച് ചെക്ക് ചെയ്ത് നോക്കിയിട്ട് പിന്നെയാണ് പുതിയ സെൻസർ വാങ്ങി വെച്ചത് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ വീഡിയോയിൽ കുറേ കൂട്ടുകാർ എൻ്റെ ഫോൺ നമ്പർ ചോദിച്ചായിരുന്നു. അപ്പോൾ ഫോൺ നമ്പർ ഞാൻ മനഃപൂർവ്വം ഇടാതാണ്. കഴിഞ്ഞ ഞായറാഴ്ച വരെ മെസ്സേജ് ചെയ്തവർക്കാണ് എനിക്ക് ഇതുവരെ ക്ലിയർ ചെയ്യാൻ പറ്റിയിട്ടുള്ളൂ. നമ്മുടെ വീഡിയോ സ്വാഭാവികമായിട്ട് ഒരു ഇച്ചിരി റീച്ചിലേക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വർക്ക് കൂടുതലാണ്, മെസ്സേജും കൂടുതലാണ്. പക്ഷേ ആ ഒരു 2 കാര്യങ്ങൾ എനിക്ക് സോൾവ് ചെയ്യാൻ പറ്റില്ല. പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ ചെയ്യലത് നിർത്താനും പറ്റില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ വീഡിയോ ചെയ്യലത് ഞാൻ കുറയ്ക്കണം. അപ്പോൾ വീഡിയോ റീച്ച് കൂടുന്നവരും ഒരുപാട് പേര് വർക്കിന് വരാനായിട്ട് താല്പര്യപ്പെടുന്നുണ്ട്. ഞാൻ നിങ്ങളൊന്നും തെറ്റ് പറയുന്നില്ല. നമ്മൾ ഈ വീഡിയോ കൂടെ ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്ക് കൂട്ടുന്നതിനേക്കാൾ ഉപരി വണ്ടി ഉപയോഗിക്കുന്ന എല്ലാവരും ചെറിയ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക, മാക്സിമം ബ്രേക്ക് ഡൗൺ ഒക്കെ കുറയ്ക്കുക. അതാണ് എൻ്റെ ഉദ്ദേശം. അതുകൊണ്ട് ആരും വഴക്ക് വിചാരിക്കരുത്. അടുത്ത വീഡിയോയിൽ കാണാം.